ദില്ലിയിലെ ജന്തർ CJPയുടെ നേതൃത്വത്തിൽ യുവാക്കൾ നടത്തിയ സമരം, ഐതിഹാസിക സമരത്തെ അധിക്ഷേപിച്ച് RSS സൈദ്ധാന്തികനും RSSന്റെ നേതാവും ഒക്കെ ആയിട്ടുള്ള TG മോഹൻദാസ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, ജന്തർ മന്ദറിലെ സമരം ഞാനാണ് അതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ രണ്ട് ഭാഗം, അതായത് ജന്തർ മന്ദർ ഒരു റോഡാണ്, റോഡിൻ്റെ രണ്ട് ഭാഗവും ലോക്ക് ചെയ്തിട്ട് എല്ലാത്തിനും അതിനകത്ത് ഇട്ടിട്ട് വെടിവെച്ച് കൊന്നുകളയും, എന്നിട്ട് എല്ലാത്തിനെയും വാരിക്കൊണ്ട് കളയും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമരത്തെ അധിക്ഷേപിക്കുക, വളർന്നു വരുന്ന യുവാക്കളുടെ ഭാവി തന്നെ ഇല്ലാതാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് TG മോഹൻദാസ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ആവശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അതിനിടയിൽ TG മോഹൻദാസ് വീണ്ടും ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് അങ്ങേയറ്റം അപലപനീയമായ ഒരു പരാമർശമാണ്. അതായത് ജന്തർ മന്ദറിൽ സമരം നടത്തിയവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണ് TG മോഹൻദാസിന്റെ പരാമർശം. ഇടതുപക്ഷ പുരോഗമനവാദികളെല്ലാം ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അതുകൊണ്ടാണ് ആർക്കും ഒരു പരാതി ഇല്ലാത്തത്, അത്തരത്തിൽ ഒരു പരാതി പുറത്തേക്ക് വരാത്തത് എന്ന രീതിയിലാണ് TG മോഹൻദാസ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യുവജന സംഘടനകളാണ്. SFIയും AISFും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് ഈ സമരത്തിൽ, ഐതിഹാസികമായ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ തുടക്കം മുതൽ അഭിജിത്ത് VK ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിന്തുണയുമായിട്ട് സമരമുഖത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമരം വിജയിച്ചതിന് തൊട്ടു പിന്നാലെ SFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ യുവജന സംഘടനകൾക്ക് കോക്രോച്ച് ജനതാ പാർട്ടി നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അവരുടെ സമരം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാനും ആ സമരം വിജയിക്കാനും ഒക്കെ കാരണക്കാരായിട്ടുള്ളത് ഇടതുപക്ഷമാണ്. അപ്പോൾ ആ ഇടതുപക്ഷം, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി നേതൃത്വം നൽകിയ യുവജനങ്ങളോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യുവജന സംഘടനകൾ കൂടി ചേർന്നപ്പോൾ അത് വലിയ പ്രക്ഷോഭമായിട്ട് മാറി, വലിയ സമരമായിട്ട് മാറി. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുവാക്കളുടെ സമരമായിട്ടത് മാറി. അതൊരു വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് പോകാതെ അതിനെ നിയന്ത്രിച്ച് നിർത്തിയത് അവരുടെ നേതൃപാടവത്തിൻ്റെ കഴിവാണ്. പക്ഷേ ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് വലിയ ബുദ്ധിമുട്ട് ഈ സമരം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വേള അതിനെ പട്ടാളക്കാരെ ഇറക്കി, CRPFനെ ഇറക്കി, ദില്ലി പോലീസിനെ ഇറക്കി, ഇതൊന്നും പോരാത്തതിന് പോലീസിലോ CRPFിലോ ഒന്നും പെടാത്ത കുറേ ഗുണ്ടകളെ ഇറക്കി അവർക്ക് ലാത്തിയും ബാറ്റണും അതുപോലെ തന്നെ ദില്ലി പോലീസിൻ്റെ ക്യാപ്പും യൂണിഫോമും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചൊതുക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പോൾ ആദ്യഘട്ടത്തിൽ അടിച്ചു ഓടിച്ച ആളുകളെല്ലാം തന്നെ അന്ന് രാത്രിയാകുമ്പോഴേക്ക് വീണ്ടും എല്ലാവരും തിരിച്ചു വരികയും അതിൻ്റെ 10 മടങ്ങ് ആളുകൾ തിരിച്ചു വരികയും കൂടെ ചെയ്തപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്നുള്ളതാണ് വസ്തുത. അതിനു മുമ്പ് വരെ പലതവണ CJP നേതൃത്വവുമായിട്ട് JP നദ്ദയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. CJP മുന്നോട്ട് വെച്ച ഒരു ആവശ്യങ്ങളും അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് ഈ സമരത്തെ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അത് വിജയിച്ചില്ല. മാത്രവുമല്ല, ആ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിനിടയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരായിക്കോട്ടെ അല്ലെങ്കിൽ CRPF ഉദ്യോഗസ്ഥരായിക്കോട്ടെ നിയമവിരുദ്ധമായി നടത്തിയ പല കാര്യങ്ങളും പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നു. ഈ ഒരു ഘട്ടത്തിൽ യുവാക്കൾ മാത്രമല്ല, പൊതുജനങ്ങൾ, കർഷകർ, വക്കീലന്മാർ, ഡോക്ടർമാർ എല്ലാവരും ആ സമരത്തിന് പൊതു പിന്തുണയുമായിട്ട് രംഗത്ത് വന്നു. ഒരു വേള സുപ്രീം കോടതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പോലീസ് അതിക്രമങ്ങളുടെ വിഷ്വൽ കാണിക്കാൻ തയ്യാറായപ്പോൾ അത് കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ ആ ഒരു സമയത്തിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ അവിടുത്തെ ബാർ കൗൺസിലിലെ മുഴുവൻ അംഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇറങ്ങിത്തിരിച്ചു. കുട്ടികളുടെ സമരത്തിന് പിന്തുണയുമായിട്ട് അഭിഭാഷകരുടെ വലിയൊരു കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു. ഈ അഭിഭാഷകരെല്ലാം തന്നെ അന്ന് ഈ പോലീസ് അടിച്ചൊതുക്കിയ ഈ ചെറുപ്പക്കാരികളെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ എല്ലാ സ്റ്റേഷനുകളിലും അവർ കയറിയിറങ്ങി. അവിടെ നിന്ന് എല്ലാവരെയും ജാമ്യത്തിലിറക്കാൻ ഈ വക്കീലന്മാർ തയ്യാറായി എന്നുള്ളതാണ് അവസ്ഥ. അതോടൊപ്പം തന്നെ ദില്ലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും മറ്റ് പല സ്ഥലങ്ങളിലെയും ഡോക്ടർമാർ ലീവ് എടുത്ത് ഈ ജന്തർ മന്ദറിലെ സമരസ്ഥലത്തെത്തി അവിടെയുള്ള പല കുട്ടികളെയും ശുശ്രൂഷിച്ചു തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം അവരും തയ്യാറായി. അതിനോടൊപ്പം തന്നെ കർഷകർ സമരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നു, സിഖ് സംഘടനകൾ സമരരംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യ കണ്ട വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് മനസ്സിലാക്കിയ ഒരു ഘട്ടത്തിലാണ് വീണ്ടും CJPയുമായിട്ട് സമരത്തിന് തയ്യാറാവുകയും CJPയുമായിട്ട് സമരത്തിന് തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ഒരു രാഷ്ട്രീയ ഡീല് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതായത് ധർമ്മേന്ദ്ര പ്രധാനും കേന്ദ്ര സർക്കാരും തമ്മിൽ അല്ലെങ്കിൽ BJP നേതൃത്വവും തമ്മിൽ ഒരു ഡീല് നടന്നിട്ടുണ്ട്. ആ ഡീലിൻ്റെ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ വെറും മന്ത്രിസ്ഥാനം രാജിവെക്കുകയും അതോടൊപ്പം ഒഡീഷയുടെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു, വെറും മന്ത്രിയായിരുന്നവൻ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ആ ഡീൽ.
അതായത് ഒഡീഷയുടെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ വന്നേക്കും എന്ന ഒരു ചർച്ചകൾ ഇപ്പോൾ ദില്ലിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യ കണ്ട വലിയ സമരത്തെ അടിച്ചൊതുക്കാൻ ശ്രമിച്ചപ്പോൾ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഈ സമരത്തിന് ഐതിഹാസികമായ പിന്തുണ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് കേന്ദ്രത്തിന് മുട്ടുമടക്കേണ്ടി വന്നത് സമരത്തിന് മുന്നിൽ. പക്ഷേ അവർ മുട്ടുമടക്കി എന്ന് പറയുമ്പോഴും വെറും മന്ത്രിയായിരുന്ന ഇയാളെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നു അത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അതിനിടയിൽ നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത, ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്ത പരാമർശവുമായിട്ട് RSSൻ്റെ സൈദ്ധാന്തികനായിട്ടുള്ള TG മോഹൻദാസ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ഇത് വളരെ ശ്രദ്ധയോടുകൂടെ എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് ജന്തർ മന്ദറിലെ സമരമുഖത്തുണ്ടായിരുന്നത്. ആ സമരത്തിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകളോ പലരും യുവാക്കൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ സമരരംഗത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ കുട്ടികളെല്ലാം ഭാവിയുടെ തലമുറയായി മാറേണ്ട ഈ കുട്ടികളെല്ലാം തന്നെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണ് സമരരംഗത്തേക്ക് പോയത് എന്നൊരു പരാമർശം ഇത്രയും പ്രായമുള്ള രാഷ്ട്രീയ അനുഭവജ്ഞാനമുള്ള ഒരാൾ പറയുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ഉള്ളിൽ എത്രമാത്രം വിദ്വേഷമുണ്ട് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ പുരോഗമന ചിന്താഗതിയുള്ള ആളുകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് ജന്തർ മന്ദറിൽ ബലാത്സംഗം ഉണ്ടായി അല്ലെങ്കിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള പരാതിയും പുറത്തേക്ക് വരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിർദാക്ഷിണ്യം തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നമുക്ക് ജന്തർ മന്ദറിലെ ഈ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ പറഞ്ഞ TG മോഹൻദാസിൻ്റെ പരാമർശത്തിനെതിരെ സംസ്ഥാന പോലീസ്, അതായത് ചെന്നിത്തലയുടെ പോലീസ് VD സതീശൻ്റെ സർക്കാർ അതിനെതിരെ കേസെടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അത് വലിയ വിവാദമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാമർശം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന പല കോണുകളിൽ നിന്നും ആവശ്യവും ഉയർന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CJPയുടെ സമരം വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് BJP നേതൃത്വം വലിയ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് രാജ്യദ്രോഹികളുടെ മുന്നിൽ പിടിച്ചു നിന്ന നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രകടനമൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ഈ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സമരത്തെ ഇത്രമാത്രം ദുഷിച്ച വാക്കുകൾ കൊണ്ടോ ഒരു BJP നേതാവും അധികം സംസാരിച്ചിട്ടില്ല. സമരത്തിൻ്റെ അവർ ആശയപരമായിട്ട് കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടെ സമരത്തിൽ പങ്കെടുത്ത യുവാക്കളെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശവും എൻ്റെ ശ്രദ്ധയിൽ BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ചില പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട BJP നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്നതാണ് ഒരു വസ്തുത. പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, TG മോഹൻദാസിനെ പോലെ BJPയിൽ മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ RSSൻ്റെ സൈദ്ധാന്തികനായിട്ടുള്ള TG മോഹൻദാസിനെ പോലെയുള്ള ആളുകൾ അവർ പറയുന്ന വാക്കുകൾക്ക് പോലും, അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകൾക്ക് പോലും ഈ ഒരു ഘട്ടത്തിൽ വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഐതിഹാസിക സമരം വിജയിച്ചതിന് ശേഷം ഒരു സമരത്തെ ഏത് രീതിയിലാണ് നേരിടേണ്ടത്? ബുള്ളറ്റുകൾ കൊണ്ട് നേരിടണം, വെടിവെച്ച് കൊന്നുകളയണം, എന്നിട്ട് എല്ലാത്തിനെയും രാത്രിയിൽ എല്ലാത്തിനും വെടിവെച്ച് കൊന്നതിന് ശേഷം എല്ലാത്തിനെയും വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ട് ഡംപ് ചെയ്യണം എന്ന് പറയാൻ മാത്രമുള്ള ഒരു മാനസിക ചിന്താഗതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, അത്രയും ഒരു കാര്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ചെന്നിത്തലയുടെ പോലീസോ അല്ലെങ്കിൽ VD സതീശൻ്റെ സർക്കാരോ TG മോഹൻദാസിൻ്റെ ഈ പരാമർശത്തിനെതിരെ എന്തെങ്കിലും രീതിയിൽ നടപടി എടുക്കുമോ എന്നുള്ളത്. എന്തായാലും പരാതികൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.